ഗ്രന്ഥം യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമോചന സമരത്തിന്റെ, ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം കൂടിയാണ്. 100% അത് തന്നെയാണ്. ക്രൈസ്തവ മതത്തിൽ, കത്തോലിക്ക സഭയിൽ ഒരു നവീകരണം ആവശ്യമുണ്ട്. ഇതിലെ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. അവരുടെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് മോചനം ആവശ്യമുണ്ട്. ആ ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സാമുവൽ ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. കാരണം ഈ ആശയത്തിൽ തന്നെയാണ് ഞാൻ ഈ മോചനകാഹളവും ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതാ നോക്കുക, അദ്ദേഹത്തിന്റെ ചില ആ പ്രയോഗങ്ങളും പ്രതിരൂപങ്ങളും നാം എടുത്തു നോക്കിയാൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാകും. പഠിപ്പില്ല പാതിരിക്ക് അടിമകളാകേണ്ട ഗതികേടിലാണ് നാം എന്ന് പറയുമ്പോൾ അതിൽ വലിയ കാര്യമുണ്ട്. പാതിരി പാമ്പ് എന്ന പ്രയോഗത്തില് മനുഷ്യരുടെ മനസ്സിലെ മഞ്ചട്ടിയെ പോലെ കടിക്കുന്ന ഈ വൈദികരെ കുറിച്ചുള്ള ചിന്തയല്ലേ വരുന്നത്? സത്യമല്ലേ? വിളിക്കുന്നില്ല സാർ, ഇവിടെ ഇന്ന് ഈ പറഞ്ഞ കാര്യം ഇവിടെ പ്രസംഗത്തിൽ ആദ്യം തന്നെ പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പാപം നോക്കുക, തുറന്നു പറയുകയാണ്. ഇതാ ഇന്ന് ബിഷപ്പ് തെക്കത്തേച്ചേരിയും കേരളത്തിലെ സർവ്വമെത്രാന്മാരും ഇന്ത്യയിലെ സർവ്വമെത്രാന്മാരും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ മുഖത്ത് കൈ നോക്കി ചൂണ്ടിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാൻ സാധിക്കും. പാപം എന്ന ആ പദത്തിന്റെ അർത്ഥം പോലും അറിയാത്ത യഥാർത്ഥത്തിൽ മന്ദബുദ്ധികളും മൂഢബുദ്ധികളുമായ ഇത്തരം നേതാക്കന്മാരുടെ കീഴിൽ ജീവിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിർഭാഗ്യം തന്നെ. അപ്പോൾ ആ പാപത്തിന്റെ കടുപ്പമനുസരിച്ച് അവൻ ശുദ്ധീകരണ സ്ഥലത്തിലോ നരകത്തിലോ പോകും നിത്യമായിട്ട്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മദ്യപിച്ചാൽ നിത്യകാലത്തേക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് ഈ ഒരിക്കലും കെടാത്ത തീയിൽ കിടക്കുമെന്നല്ലേ ഇതിന്റെ അർത്ഥം? നോക്കുക, ഇങ്ങനെയുള്ള ഈ മാനസികമായ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അപ്രിയ യാഗങ്ങളെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ മഴവിൽ കുപ്പായം ധരിച്ച് സ്വയം അവഹേളിതരായി ആക്കിക്കൊണ്ട് നടക്കുന്ന ഈ മേലധികാരികളോടുള്ള അമർഷവും ഈ ഗ്രന്ഥത്തിൽ നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ ഇതോടൊപ്പം അദ്ദേഹം ഉത്കൃഷ്ടമായ മറ്റൊരു ആശയം പറയുന്നുണ്ട്. അതായത് യാഗം ചൂഷണമാണ്, നമുക്ക് വേണ്ടത് ത്യാഗമാണ്. മനോഹരമായ ഒരു പ്രയോഗമാണ്. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ, യേശുവിന്റെ സന്ദേശത്തിന്റെ ആ സാരാംശം അതിലുണ്ട്. അതിൽ സർവ്വതും അടങ്ങിയിരിക്കുന്നു. നമുക്ക് ത്യാഗം മതി, യാഗം വേണ്ട. യാഗം കൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ നോക്കണ്ട. സമ്പൂർണമായ സ്വയം ത്യാഗം, ആത്മത്യാഗം, സെൽഫ് ബ്രേക്കിംഗ് ഫോർ ദ സാൽവേഷൻ ഓഫ് അതേഴ്സ്. ഉത്കൃഷ്ടമായ ഇങ്ങനെയുള്ള ആശയങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് ഈ സാമുവൽ കൂടലിന്റെ ഈ അപ്രിയ യാഗങ്ങൾ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിമോചന സമരത്തിന്, സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം അരുളാൻ ഉതകുന്ന ധാരാളം പ്രയോഗങ്ങളും ആശയങ്ങളും ഈ ഗ്രന്ഥത്തിലുണ്ട്. നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക. ഇത്രയും ഞാൻ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പൊതുവായിട്ട് എനിക്ക് ഏതാനും കാര്യങ്ങൾ പറയണം എന്നറിയിക്കുകയാണ്. ഒന്ന്, ധാർമ്മികമായ പിന്തുണ എന്നും നിങ്ങളുടെ ഈ സമരത്തിന്, നിങ്ങൾ ഇന്ന് ഉൾപ്പെട്ടിരിക്കുന്ന ഈ സമരത്തിന്, ഈ വിപ്ലവത്തിന് ധാർമ്മികമായ പിന്തുണ എന്റെ ഭാഗത്തു നിന്ന് എന്നും ഉണ്ടായിരിക്കും. ഈ ലോകത്തിൽ ആരും അതിനെ ഒരിക്കലും തടയുവാൻ ആർക്കും സാധിക്കുകയുമില്ല. ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങളോട് ഈ പറയുന്ന ആ കാര്യങ്ങള് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും സർവ്വമെത്രാന്മാരും മാർപ്പാപ്പ കൂടി ഇവിടെ ഇരുന്നാൽ തന്നെയും മുഖത്ത് നോക്കി കൈ കൊണ്ടി പറയുവാനുള്ള തന്റെ ഇടം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോഴേ ഈ പ്രവാചക വീര്യം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നാമത്തില് വിപ്ലവം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. പ്രൊഫറ്റിക് കറേജ്, പ്രവാചക ധീരത, ആ പ്രവാചക ശൂരത നമ്മുടെ സാമുവൽ കൂടലിന് ആവശ്യത്തിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ ധീരത, ധൈര്യം, പ്രൊഫറ്റിക് കറേജ് ഒരിക്കലും കുറയാതിരിക്കട്ടെ. അതിന്റെ തീഷ്ണത, അതിന്റെ തീവ്രത ഒരിക്കലും കുറയാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
ഇനി പൊതുവായിട്ട് ഒരു സഹോദരൻ എന്ന നിലയിൽ, സുഹൃത്ത് എന്ന നിലയിൽ രൂപേണ ഏതാനും കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, മഹാത്മാഗാന്ധിയുടെ ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഫസ്റ്റ് ദേ വിൽ ഇഗ്നോർ യു. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. വിപ്ലവത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഒരു മോചന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങളെ ഓർത്താണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് പറഞ്ഞ ആ വാക്കുകൾ, ഫസ്റ്റ് ദേ വിൽ ഇഗ്നോർ യു. ആദ്യം ഈ മേലധികാരികള്, മതമേലധിഷ്ഠന്മാരും അധികാരികളും നിങ്ങളെ കണ്ടില്ലെന്ന് വയ്ക്കും. ദേ വിൽ ഇഗ്നോർ യു, അവഗണിക്കും. ഗാന്ധി പറയുകയാണ്, then they will laugh at you. അടുത്തപടി അവര് നിങ്ങളെ അവഹേളിക്കും. then they will fight against you. then you will win. ആദ്യം നിങ്ങളെ അവഗണിക്കും, പിന്നെ നിങ്ങളെ അവര് അവഹേളിക്കും, പിന്നീട് നിങ്ങൾക്കെതിരായിട്ട് അവര് സമരം ചെയ്യും. അപ്പോൾ നിങ്ങൾ വിജയിക്കും. ഓർത്തിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഈ സമരത്തിൽ സ്വന്തമായ ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാല്, ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് ഗ്രന്ഥത്തിലുള്ളതാണെങ്കിലും ശരി, ആര് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ശരി, ഏത് പാരമ്പര്യത്തിൽപ്പെട്ടതാണെങ്കിലും ശരി, നിങ്ങൾക്ക് ബോധ്യം വന്ന കാര്യം മാത്രമേ നിങ്ങൾ പറയാവൂ, പ്രവർത്തിക്കാവൂ. തീർച്ചയായിട്ടും നിങ്ങൾ ആരെയും വിശ്വസിക്കരുത്. തീർച്ചയായിട്ടും ഈ ലോകത്തിന് ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. അച്ഛൻ പറഞ്ഞാലും, മെത്രാൻ പറഞ്ഞാലും, മാർപ്പാപ്പ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. എന്തുകൊണ്ടാണ്? ബെർണാഡ് പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ നോട്ട് ഡൈ ഫോർ മൈ ഫെയ്ത്ത്. ഞാൻ എന്റെ വിശ്വാസത്തിനു വേണ്ടി മരിക്കില്ല. ബിക്കോസ് മൈ ഫെയ്ത്ത് ക്യാൻ ബി റോങ്. ഐ വിൽ നെവർ ഡൈ ഫോർ മൈ ഫെയ്ത്ത് ബിക്കോസ് മൈ ഫെയ്ത്ത് ക്യാൻ ബി റോങ്. ഞാൻ എന്റെ വിശ്വാസത്തിനു വേണ്ടി മരിക്കില്ല, കാരണം എന്റെ വിശ്വാസം തെറ്റാകാം. അപ്പോഴ് നന്നായിട്ട് പഠിക്കണം, വായിക്കണം, ചിന്തിക്കണം. ബോധ്യമുള്ള കാര്യങ്ങൾ, സത്യമാണെന്ന് ബോധ്യമുള്ള കാര്യമേ പറയാവൂ. ഒരിക്കലും അസത്യം, ഒരു വിധത്തിലും അസത്യം പറയുവാന് ഇടയാക്കരുത്. അർത്ഥസത്യങ്ങളും അസത്യങ്ങളും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ, നമ്മുടെ മാസികകളിലോ നമ്മുടെ പ്രസംഗങ്ങളിലോ കടന്നുകൂടാനിടയായാൽ അത് നമ്മുടെ ബലഹീനതയായിട്ട് മറ്റുള്ളവരെ കണക്കാക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധാപൂർവം നീങ്ങണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ഒരുമിച്ച് നീക്കുക. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും, ഇവിടെ രണ്ടുപേരും ജോർജും അതുപോലെ തന്നെ ജോസും ഇവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞ സത്യമാണ്. ഇവരൊക്കെ എന്തുമാത്രം ത്യാഗം സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിൽ ജോർജ് മൂലച്ചാലിന്റെ ഈ ത്യാഗമനസ്ഥിതി കൊണ്ട് മാത്രമാണ് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ അവഗണിക്കുന്നതല്ല, കൂടുതൽ അറിയാവുന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തുമാത്രം ത്യാഗം സഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വന്നത്. വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് വന്നത്. അപ്പോഴേ നിങ്ങൾ ഒരുമിച്ച്, കുറഞ്ഞ പക്ഷം ഒരു ധാർമ്മികമായ പിന്തുണയോടുകൂടി ഒരുമിച്ച് നിൽക്കുവാൻ സാധിക്കുകയില്ലേ? ഒരുമിച്ച് ഇത് ഒരു 50 പേരുണ്ടെങ്കിലും അവർ ഒരുമിച്ച് നിന്നാൽ വലിയൊരു ശക്തിയാണ്, യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ, വി ഷുഡ് ഹാങ് ടുഗദർ, otherwise we will be hanged separately. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നില്ല, we should hang together. ഒരുമിച്ച് നിൽക്കണം. otherwise we will be hanged separately എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് നമ്മെ അവർ കഴിവിൽ കയറ്റും, തൂക്കിലേറ്റും. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് ധാർമ്മിക വീര്യം പകർന്നുകൊണ്ട് ഒരു ആശയപരമായ ബൗദ്ധികമായ നേതൃത്വം നൽകിക്കൊണ്ട് ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും രചിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഈ അപ്രിയ യാഗങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന സാമുവൽ കൂടലിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഹൃദയപൂർവ്വം അനുമോദനങ്ങൾ നൽകുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഈ വിമോചന പ്രസ്ഥാനത്തിന്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് എല്ലാവിധ ധാർമ്മിക പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ